പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അരമണിക്കൂറായി നമ്മൾ ആരാധന ആരംഭിച്ചിട്ട് കർത്താവ് വെളിപ്പെടുത്തിയ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. ഇനിയും ഈ ശുശ്രൂഷയുടെ അവസാനം വീണ്ടും നമ്മൾ കുറച്ച് സമയമെടുത്തിട്ട് ഇപ്പോഴേ സമർപ്പിക്കാത്ത വിഷയങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ സമയമെല്ലാം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ 5-6 സർവീസ് ടീം അംഗങ്ങളുടെ ടെക്നിക്കൽ സൈഡിലെല്ലാം അതുപോലെ തന്നെ ദൈവ സംഗീതത്തിൻ്റെ ശുശ്രൂഷയിലും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കണം, മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി, ഈശോയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി, അമ്മയുടെ മധ്യസ്ഥം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഞങ്ങളുടെ മനസ്സിലെല്ലാം ഉള്ളത് തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളാണ്. പല പല കാര്യങ്ങൾ കൊണ്ട് ശരിക്കും അവർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ആ സമയമൊക്കെ കർത്താവിന് വല്ലാത്ത പ്രിയപ്പെട്ട സമയങ്ങളാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ശുശ്രൂഷയിൽ, അതായത് പ്രാർത്ഥിക്കാൻ കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകും. അതാണ് നയമിലെ വിധവയുടെ മകൻ്റെ കഥ ഇന്നലെ പറഞ്ഞില്ലേ സംഭവങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:13 അധ്യായത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, അതായത് അവർക്ക് കരയാനേ പറ്റത്തുള്ളൂ. അവർക്കിനി പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല. കരയാൻ മാത്രം പറ്റണ ഒരവസ്ഥ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മനസ്സ് അലിയാണ്ടിരിക്കത്തില്ല. കരയാനാണെങ്കിലും എന്ത് ചേഷ്ടയാണെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, അതാണ് ലൂക്ക 7:13 പറയണത്, പ്രാർത്ഥിക്കാതെ പോലും ഉള്ളിലെ ഹൃദയവിചാരം എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും മതി. ഏതെങ്കിലും കാലത്ത് നീ ഒരു വിശ്വാസിയായി കാണും, ഏതെങ്കിലും കാലത്ത് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി കാണും. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൻ്റെ പ്രാർത്ഥിക്കാൻ നിന്റെ നാവ് പൊങ്ങണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷേ കർത്താവ് നിൻ്റെ പഴയകാല കണ്ണുനീരെല്ലാം ഓർത്തിരിക്കും. അങ്ങനെ ഓർത്തിരുന്നുകൊണ്ട് നിൻ്റെ ആവശ്യത്തിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, ഇപ്പം കാനായിലെ കല്യാണത്തിന് സംഭവിക്കണം അത് തന്നെയാണ്. ആ കുടുംബനാഥൻ ഒരിക്കലും അമ്മയോട് ഞങ്ങൾക്ക് വീഞ്ഞില്ല, ഞങ്ങൾ നാണം കെടാൻ പോകുന്നുവെന്ന് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവത്തെ, നിൻ്റെ ദൈവം അങ്ങനെയാണ്. നിൻ്റെ അവസ്ഥ പറയാനുള്ള അവസ്ഥ അറിവ് നിനക്കുണ്ടാവത്തില്ല. കാര്യം അവിടെ വീഞ്ഞ് തീർന്നു പോകാൻ പോകുന്ന കാര്യം അയാൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിപത്തുകൾ എന്താണെന്നതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനോ അടയാളപ്പെടുത്താനോ നിനക്കറിയണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ അമ്മ അവിടെ ഉണ്ടായാൽ മതി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 2:1 പറയണത്. കനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ദ മദർ ഓഫ് ജീസസ് വാസ് ദെയർ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 2:1 ശ്രുതികട ഹല്ലേലൂയ. ഇത് വലിയൊരു വെളിപ്പെടുത്തലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന്, വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന്, ദുരന്തങ്ങൾ, രോഗങ്ങൾ എന്താണ്, സാമ്പത്തിക തകർച്ച എന്താണ് എന്ന് വീട്ടുകാരന് അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം എന്താ, അമ്മ അവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. കാര്യം അമ്മയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാൻ പറ്റും. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കത്തില്ലേ, വരാൻ പോകുന്ന കാര്യങ്ങൾ അവനെ അറിയാമായിരുന്നു, അവൻ നിങ്ങളെ അറിയിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ എന്താ മാർഗം? ഒന്നെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടെ ഉണ്ടാകണം. ഏറ്റവും സാങ്കേതികമായ
കാര്യങ്ങളെ കുറച്ച് വരണത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാണ്. ഇപ്പം പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണത് ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ടാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് എന്നാ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. 2:17 നടപടി പുസ്തകം എന്താ പറയണത്? നടപടി പുസ്തകം 2:17 നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമെടുക്കുവിൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും എന്നല്ലേ പറയണത്, അല്ലേ? ഇപ്പോൾ 2:38 പരിശുദ്ധാത്മാവിന് നടപടി പുസ്തകം 2:38 നമുക്ക് റെഫർ ചെയ്യാം. അതായത് പരിശുദ്ധാത്മാവിന് ഒരു കുടുംബത്തിൽ ലഭിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കുടുംബത്തിന് പശ്ചാത്താപം ഉണ്ടാകണം. പക്ഷെ പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പശ്ചാത്താപം ഉണ്ടാകത്തില്ല. ദൈവസ്നേഹം നിറഞ്ഞാലേ പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ദൈവസ്നേഹം നിറയുകയെന്ന് വെച്ചാൽ അപ്പന് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ദൈവസ്നേഹമില്ല, അമ്മയ്ക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മകന് ദൈവസ്നേഹമില്ല. അപ്പോൾ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കുടുംബങ്ങളെ എന്ന് പറഞ്ഞു ദൈവത്തിനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അതിനെല്ലാത്തിനും പറ്റുന്ന ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളിൽ എല്ലാവർക്കും ആർക്കെങ്കിലും ആധ്യാത്മികമായ ശൈത്യങ്ങളുണ്ടായി ആധ്യാത്മിക യോഗ്യത ഇല്ലെങ്കിലും ഇഫ് ദർ ഇസ് മദർ, അമ്മ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യത്തിന്മേൽ ദൈവത്തിൻ്റെ സന്ധിപ്പുണ്ടാവും. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശു സ്തോത്രം. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാൽ ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാൽ ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മൂലത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മൂലത്തിനമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് നമ്മൾക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു പവർ കട്ട് സമയത്തുള്ള ഇൻവേർട്ടർ പോലെയുള്ള വചനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എപ്പോഴും ഇൻവേർട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ എൻ്റെ മക്കളൊരു പരിപാടി ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നണം. ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു കുടുംബമാണിത് എന്ന് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച കുടുംബങ്ങളില്ലേ. കാര്യം എന്താ, മക്കളുടെ കല്യാണം വരുമ്പോൾ ഉടനെ ദൈവത്തിന് പ്രാർത്ഥന, കെട്ടിച്ചു വിട്ടവർക്ക് മക്കളില്ലെങ്കിൽ അപ്പൊരു പ്രാർത്ഥന. അതാണ് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് തോന്നുന്ന സമ്പത്തുള്ള കുടുംബമാണ്, അല്ലേ? സമ്പത്തുള്ള കുടുംബം. ദൈവ തിരുസന്നിധി സമ്പന്നരാകണമെന്ന് പറയത്തില്ലേ? 12:21 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21 ദൈവ തിരുസന്നിധി സമ്പന്നരാകണം. അത് സുവിശേഷത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ്. എന്താണ്? ദൈവ തിരുസന്നിധി സമ്പന്നരാകണം. അതാണ് വിശുദ്ധ ലൂക്ക 12:21. ഇത് ഒരു ആധ്യാത്മിക ലക്ഷ്യമാക്കി മാറ്റണം.
എന്താണെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി സ്വത്തുകാരായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളോടും സുവിശേഷവിഹിതമായി ഇടപെടാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. നന്ദി യേശുവേ, സ്തുതി. പരിശുദ്ധ അമ്മ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിൽഡ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ കാട്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, ഞാൻ 2018 ഒക്ടോബർ മാസം എൻ്റെ അമ്മ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിനോടനുബന്ധിച്ച് എന്താണ് കൃപാസനം എന്നും ഇവിടുത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും എന്താണെന്ന് അറിയാൻ വേണ്ടി 2018 നവംബർ മാസം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് 2018 നവംബർ മുതൽ 2020 വന്ന് കോവിഡ് വന്ന് ഇവിടെ കൃപാസനം ക്ലോസ് ചെയ്യുന്ന അന്ന് വരെ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയിൽ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ സാക്ഷ്യങ്ങളില്ല, അച്ഛൻ്റെ ധ്യാനം ഞാനിവിടെ കൂടുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ച്, ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ആ സാക്ഷ്യങ്ങൾ ഉടമ്പടിയിലുള്ള ആ ധ്യാനം കൂടുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എന്നെ നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ കാലഘട്ടത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ്, ഏറ്റവും നല്ല സ്ഥലവുമാണ് കൃപാസനം എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാനിവിടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ മറ്റു ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തന്നെ 1 വർഷത്തിലധികം ഞാനിവിടെ വന്ന് എല്ലാ മാസവും വന്ന് ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ 2020 മെയ് മാസം 31-ാം തീയതിയാണ് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ കൃപാസനം കോവിഡ് വന്ന് ക്ലോസ് ചെയ്ത കാരണം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച നിയോഗം എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വെച്ച നിയോഗം. ആ ഒരു നിയോഗം മാതാവ് എനിക്ക് ഈശോയിൽ നിന്നും നടത്തി തന്ന് എനിക്ക് എൻ്റെ ആത്മീയമായിട്ട് ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ 2020 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 3 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. 2020 മെയ് മാസം കോവിഡ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് എൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി നമുക്ക് കോവിഡൊക്കെ മാറിക്കഴിയുമ്പം പേഷ്യൻസൊക്കെ ആവുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാനുണ്ടായത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒട്ടും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒത്തിരി നാളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ് ചെയ്തത്. ഒട്ടും വിഷമിച്ചില്ല. കാരണം എനിക്ക് ഈ ജോലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ഓൺലൈനായിട്ട് എടുക്കുന്നത്. അപ്പം അന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അന്ന് വൈകുന്നേരമാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ എനിക്കൊരു പുതിയൊരു ജോലി നൽകണമെന്നും ആ സമയത്ത് അതിനിടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്കൊക്കെ ഇതിൽ കൃപാസനത്തിലുള്ള വിശ്വാസം, മാതാവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് പുതിയൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതും ആ സമയത്ത് അങ്ങനെ ഒരു ജോലി കിട്ടുകയെന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം കോവിഡ് വന്ന് സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെയും ജോലി എല്ലാവരും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ പെട്ടെന്ന് തുറന്നു നോക്കുമ്പോൾ ചെറിയൊരു വേക്കൻസി കോളം കാണുകയും അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ആ ഇൻ്റർവ്യൂവിൽ ശരിക്കും ആ പഞ്ചായത്തിൽ ആ ലൊക്കാലിറ്റിയിൽ പെട്ടവർക്കാണ് ശരിക്കും ആ ജോലി കൊടുക്കാനായിട്ട് കൂടുതൽ ചാൻസ്. ആ പഞ്ചായത്തിലും ആ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടായിട്ട് കൂടി ഞാൻ ആ പഞ്ചായത്തുകാരി അല്ലാതിരുന്നിട്ട് കൂടി എനിക്ക് ആ ജോലി നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ 2021 ഇവിടെ കൃപാസനം
ഓപ്പണായപ്പോൾ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം ആവാറായിരുന്നു. ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവിടെ അച്ഛനെ കാണാനായിട്ട് 2021 ഒക്ടോബർ മാസം എനിക്ക് അച്ഛനെ കാണാനായിട്ടൊരു അവസരം ലഭിച്ചു. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ ബ്ലെസ് ചെയ്തിട്ട് പിന്നത്തെ വർഷം 2022 ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അവളുടെ പേരാണ് എവലിൻ. അവൾക്കിപ്പോൾ 3 വയസ്സ് അടുത്ത മാസമാവും. മാതാവ് ഒക്ടോബർ മാസം മാതാവ് തന്നതാണെന്നുള്ളതിന് ഒരു തെളിവ് വേണമെന്ന് ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ തുടർച്ചയായിട്ട് 2021 മുതൽ ഉടമ്പടിയിലാണ് ഞാനിപ്പോൾ 9 പ്രാവശ്യമായി പുതുക്കണത്. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒക്ടോബറിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി. ഒരു കുഞ്ഞിനെ നൽകിയപ്പോൾ ഇനി ഒരു കുഞ്ഞിനെയും കൂടി മാതാവിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് മാതാവ് തന്നെ തരണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടിയിലൊരു നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിന് 2.5 വയസ്സായപ്പോൾ അടുത്തൊരു കുഞ്ഞിനെ മാതാവ് മെയ് മാസം നൽകി. അതും മാതാവ് തന്നതാണെന്നുള്ളതിന് ഒരു തെളിവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് മാതാവിൻ്റെ മാസമായിട്ടുള്ള മെയ് മാസം രണ്ടാമതൊരു കുഞ്ഞിനെ ഡാനിയൽ എന്നാണ് ഇവന് പേരിട്ടിരിക്കുന്നത്. മൂത്ത കുഞ്ഞിൻ്റെ പേര് എവിലിൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് ഞാൻ വെച്ച സാക്ഷ്യം, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം വാങ്ങാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എത്രയും വേഗം, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായത്താലൊക്കെയും ഞങ്ങൾക്ക് ഒരു മാതാവ് സ്ഥലം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയോടനുബന്ധിച്ച് ആൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യണത്. ആൾ ഓയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ജോലിയോടനുബന്ധിച്ച് ഒത്തിരി യാത്രകൾ കടലിലും അതുപോലെ ഫ്ലൈറ്റിലും കരയിലൊക്കെ ഒത്തിരി യാത്രകൾ ദിവസവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ യാത്രകളിലൊക്കെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജോലിയിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടി സംരക്ഷണത്തിനൊക്കെ വേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ വയ്ക്കുമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരു പ്രത്യേക സംരക്ഷണം ജോലിയിൽ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും എല്ലാ കാര്യങ്ങളും ചേട്ടന് എപ്പോഴും ലഭിക്കാറുണ്ട്. അതിന് ഞാൻ മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ചേട്ടന് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് ടെൻഷനുണ്ട്, ഒത്തിരി ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഒക്കെ വരുമ്പം മാതാവിനോട് എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ്റെ കാര്യം ചേട്ടൻ പറയാറേ ഇല്ല. പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് ആ കുഞ്ഞിന് എൻ്റെ പാല് എനിക്ക് മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഫോർമുല മിൽക്കും കൂടി കൊടുക്കേണ്ടി വന്നിരുന്നു. അതെനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പം എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുമ്പോൾ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, ഈ കുഞ്ഞിന് എനിക്ക് എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എനിക്ക് 6 മാസം എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ കുഞ്ഞിന് മറ്റു പാലുകളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെയും. ഈ കുഞ്ഞിനിപ്പോൾ 4 മാസം കഴിഞ്ഞു. എൻ്റെ പാല് തന്നെ ഈ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച കൂടുതൽ ഞാൻ ആത്മീയമായിട്ട് വളരാനും പരിശുദ്ധാത്മാവുകൊണ്ട് നിറയാൻ പറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി അങ്ങനെ ആത്മീയമായിട്ട് വളരാനുള്ള നിയോഗങ്ങളാണ് കൂടുതലും വെക്കാറ്. ഭൗതിക നിയോഗങ്ങൾ കുറവാണ് ഞാൻ വെക്കാറ്. പിന്നെ എൻ്റെ ഉടമ്പടിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രപ്രേക്ഷിത പ്രവർത്തനമാണ്. അത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പൊതുസ്ഥലങ്ങളിലാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കടകളിലും അങ്ങനെയൊക്കെയാണ് ഞാൻ കയറി ഇറങ്ങി കൊടുക്കാറുള്ളത്. പള്ളികളിലൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല. പിന്നെ കാരുണ്യപ്രവർത്തികൾ, ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കാരുണ്യപ്രവർത്തികൾ പുറത്ത് പോയി ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൂടുതലും ഞാൻ ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ ഇവിടെ 2020 മുതൽ എനിക്ക് ജോലി കിട്ടിയ മാതാവ് തന്ന ജോലി കിട്ടിയ അന്ന് മുതൽ ഞാൻ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു അംശം എല്ലാ മാസവും കൃത്യമായി ഞാൻ കൃപാസനത്തിൽ കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് ദൈവം തന്നതിൻ്റെ ഒരംശം കൃത്യമായി ഞാൻ മറ്റ് പാവങ്ങളെ സഹായിക്കാനും ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേരെ എനിക്ക് കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും ഞാൻ പറഞ്ഞിട്ട് അവർ സാക്ഷ്യം ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സാക്ഷ്യങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ്, ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി രോഗികളും വേദനിക്കുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്.
അപ്പോൾ അവരോട് മാതാവിനെ കുറിച്ച് പറയാനും അവർ ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് അവിടെ ജോലിയിലായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ചേട്ടൻ ഓൺലൈനായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുത്തായിരുന്നു. അങ്ങനെ ചേട്ടന് ലഭിച്ച ഒരു സാക്ഷ്യം ചേട്ടൻ പറയും. യേശുവേ സ്വസ്ത്രം, മാതാവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ പേര് നിജിൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് UAE-യിലാണ്. അവിടെ ഒരു ഓയിൽ ഫീൽഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ കൂടുതലും കടലിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം എൻ്റെ ഒരു 5 കൊല്ലമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ജോലിയുടെ വകയായിട്ട്. പക്ഷേ അത് 5 കൊല്ലമായിട്ട് എനിക്കതിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടായിരുന്നില്ല. വർക്ക് റിലേറ്റഡായിട്ട് ഞാൻ കടലിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കാണാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല, അത് കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇവിടെ വൈഫ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ ഓൺലൈനിലായിട്ട് ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ എടുക്കുകയും അത് കാരണം ഞാൻ 5 കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്ന ഒരു ഇൻ്റർവ്യൂ എനിക്ക് എത്രയും വേഗം ഇവിടുത്തെ ഓൺലൈനിലായിട്ടുള്ള ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാതാവ് എത്രയും വേഗം എനിക്ക് ആ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കത് പാസ്സാവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 6 കൊല്ലമായിട്ട് അവിടെ UAE-യിൽ തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓപ്പൺ ആക്കി വയ്ക്കാമെന്നല്ലാണ്ട് എനിക്കത് ടെസ്റ്റിന് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. അത് ഈ ഓൺലൈനിലുള്ള ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ മാതാവിൻ്റെ ഒത്തിരി നന്ദി, സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇതും പാസ്സാക്കി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ടൈമും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൂടെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇത് ടെസ്റ്റിന് പോയപ്പോഴും പിന്നെ ഇൻ്റർവ്യൂ പാസ്സാവുന്ന സമയത്ത് മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാവാൻ സാധിച്ചിരുന്നു. ഒത്തിരി മാതാവിന് നന്ദി പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മക്കും 1000 നന്ദി പറയുന്നു. എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി സാധിച്ചതിന് കൃപാസന മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ആര്യ. ഞാൻ വരുന്നത് കടവന്ത്രയിൽ നിന്നാണ്. ഞാൻ സെബാസ്റ്റ്യൻ പള്ളി ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 8-ാം തീയതിയാണ്. അന്നാണ് എൻ്റെ ആദ്യ ഉടമ്പടി. ഞാൻ ആദ്യ ഉടമ്പടി എടുത്തത് എൻ്റെ അപ്പയും അമ്മയും നിർബന്ധിച്ചിട്ടാണ്. എടുത്തതിന് ശേഷം ഞാൻ വലിയ സന്തോഷമൊന്നും ഇല്ലാതെയാണ് ഉടമ്പടി എടുത്തതെങ്കിലും ആദ്യത്തെ ക്ലാസ് കൂടിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ച് തീക്ഷ്ണതയൊക്കെ വന്നു തുടങ്ങി. ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാമെന്നൊക്കെ ഓർത്തു. അങ്ങനെ എൻ്റെ ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പക്ഷേ അതിന് ചെറിയ ചെറിയ മുടക്കങ്ങൾ വരുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ OET പരീക്ഷ, എൻ്റെ ആദ്യ OET പരീക്ഷ എഴുതണത്. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. അപ്പോൾ OET പരീക്ഷ എഴുതി പുറത്തേക്ക് എല്ലാ നഴ്സുമാരെയും പോലെ ഞാനും പുറത്തേക്ക് പോകണമെന്ന ആഗ്രഹത്തോടെയാണ്. പക്ഷേ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകളൊന്നുമില്ല. ആ സമയം ഞാൻ OET എന്തായാലും എഴുതി വെക്കാം, അത് കഴിഞ്ഞ് 1 ഇയർ എക്സ്പീരിയൻസ് ആക്കി പുറത്തേക്ക് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ OET എഴുതി. എനിക്ക് ആദ്യത്തെ പരീക്ഷയിൽ കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പയമ്മയും പറഞ്ഞു, ഇപ്പം എന്തായാലും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല, നിനക്ക് എന്തുകൊണ്ട് MSc എടുത്തുകൂടാ, പുറത്തേക്ക് വന്ന MSc എടുത്തുകൂടാ. എൻ്റെ പാരൻസ് UK-യിലാണ്, ചേച്ചിയും UK-യിലാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിൽക്കാനുള്ള, അവർക്ക് എന്നെ നിർത്താനുള്ള ആഗ്രഹത്തിൽ അവർ പറഞ്ഞു, നിനക്ക് എന്തുകൊണ്ട് MSc എടുത്തുകൂടാ, ഇപ്പം എന്തായാലും എടുക്കുന്നില്ലല്ലോ, അപ്പോൾ MSc എടുക്ക്, MSc എടുത്തു കഴിഞ്ഞാൽ നിനക്ക് പുറത്തേക്ക് പോരാൻ വേണ്ടി പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ MSc എടുക്കാനുള്ള ആഗ്രഹത്തോടെ ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു OET-യിൽ C+ ഉണ്ടെങ്കിൽ, എല്ലാ വിഷയങ്ങൾക്കും C+ ഉണ്ടെങ്കിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ OET എഴുതി. ആദ്യത്തെ പരീക്ഷയിൽ എനിക്ക് കിട്ടിയില്ല. 1-ന് മാത്രം Cയും ബാക്കി 2 Bയും 1 C+ഉം ആയി. അങ്ങനെ അപ്പം അഡ്മിഷൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഇംഗ്ലീഷിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം ഓഗസ്റ്റ് 1-നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞത്. അങ്ങനെ എനിക്ക് അന്ന് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ ജൂലൈ 29-നായിരുന്നു എക്സാം. എനിക്കങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ അപ്പോൾ അവർക്ക് മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു 2ാമത് എക്സാം എഴുതണേണ്, അപ്പോൾ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് തരില്ല, ഓഗസ്റ്റ് 1-ന് അയക്കാൻ പറ്റുവാണെങ്കിൽ നിനക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പം ആഗ്രഹമൊക്കെ വിട്ട് ഞാൻ മംഗലാപുരത്ത് ജോലിക്ക്, ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത്, ഞാൻ അവിടെ ജോലിക്ക് വേണ്ടി കയറി. ആ സമയത്ത് പിന്നെ ഓഗസ്റ്റ് 9-നാണ് എൻ്റെ എക്സാം വന്നത്. അതിനെ എഴുതാമെന്ന് വിചാരിച്ച് ഓഗസ്റ്റ് 1-ന് ഞാൻ ജോലിക്ക് കയറി. ഞാൻ 2 ആഴ്ചയോളം ഇവിടെ ജോലി ചെയ്ത് ഓഗസ്റ്റ് 9-ാം തീയതി എക്സാം എഴുതി. 10-ാം തീയതി ഞാൻ ഇവിടെ വന്ന്, ഓഗസ്റ്റ് 9-ാം തീയതി കഴിഞ്ഞ് 10-ാം തീയതി മംഗലാപുരത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് കൂടാൻ വേണ്ടി പറ്റി. അപ്പോൾ ഉടമ്പടി ക്ലാസ് കൂടണതിൻ്റെ സമയത്ത് അച്ഛനിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, മാലാക പുറകിൽ നിന്നിട്ട്
ഇവിടെ ഇരിക്കണ കുറേ പേരെ കൈനീട്ടി അനുഗ്രഹിക്കണുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ അന്ന് എടുത്തു പറഞ്ഞ് 44 ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ഇരിക്കണ ഒന്നിൽ കൂടുതൽ പേർക്ക്, അന്ന് പറഞ്ഞ 10 അല്ല അതിൽ കൂടുതൽ പേർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉള്ളിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല, കാരണം അവർ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞല്ലോ. അപ്പം എന്നാലും ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ ഈ നിയോഗമല്ല, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ, അങ്ങനെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ഡിസംബറിന് ക്രിസ്മസ് കൂടാൻ എൻ്റെ അടുത്ത് ഉണ്ടാവും, എൻ്റെ കൂടെ നീ ക്രിസ്മസ് കൂടുമെന്ന് എപ്പോഴും അമ്മ പറയുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇത് കിട്ടിയില്ലല്ലോ. ഞാൻ ഇത് വിട്ട്, ഞാൻ ആ പ്രതീക്ഷകളൊക്കെ വിട്ട് ഞാൻ അവിടെ ജോലിയിലാണ്. അപ്പം ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് 14 തീയതി ഓഗസ്റ്റ് 14 എൻ്റെ OETയുടെ റിസൾട്ട് വന്ന്. അങ്ങനെ എനിക്ക് 2 C+, 2 BM. അപ്പം അവിടെ യൂണിവേഴ്സിറ്റി പറഞ്ഞ മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് വെച്ച് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ വർഷത്തെ ക്ലോസായി, ഇനി നിനക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, വേണമെങ്കിൽ അടുത്ത വർഷം നോക്കാമെന്ന്. അപ്പോൾ അന്നേ ദിവസം ഈ ഓഗസ്റ്റ് 10 തന്നെ അച്ഛൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. എനിക്ക് സാക്ഷ്യത്തിലെ ആളുടെ പേര് ഓർമ്മയില്ല, പക്ഷെ പറഞ്ഞു അവർക്ക് അമേരിക്കയിൽ പോകാനായിരുന്നു. അവരൊരു നെഗറ്റീവ് മെയിലാണ് എംബസിക്ക് അയച്ചതെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞവരോട് ഞാനൊരു നെഗറ്റീവ് മെയിൽ അയച്ചു. 26-നാണെങ്കിൽ 2026 എനിക്ക് വേണ്ട, 25 എനിക്ക് വേണം, അങ്ങനെയൊന്നും അവരോട് പറയാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു, 25 എനിക്ക് വേണം, എനിക്ക് എൻ്റെ 1 വർഷം കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് തിരിച്ച് മെയിൽ അയച്ചു. അതിന് റിപ്ലൈ ആയിട്ട് അവർ പറഞ്ഞത്, നീ ഇന്ന് തന്നെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടക്കുവാണെങ്കിൽ നിനക്ക് ഇന്ന് ഞങ്ങൾ ഓഫർ ലെറ്റർ അയക്കുമെന്ന് പറഞ്ഞു. അപ്പയുടെ അമ്മയുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം പിന്നെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും. അവർ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഒറ്റയടിക്ക് എനിക്ക് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടക്കാനും പറ്റി. അന്ന് തന്നെ എനിക്ക് അവർ ഓഫർ ലെറ്റർ അയച്ചെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനുള്ളിൽ 22-നുള്ളിൽ ക്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം 10ാം ക്ലാസ് മുതൽ നമ്മളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടക്കം എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം. അത് ഓഗസ്റ്റ് 22 സബ്മിറ്റ് ചെയ്യണമായിരുന്നു. എൻ്റെ ഓഗസ്റ്റ് 21 എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ 25-ന് ഞാൻ വിസക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പം എൻ്റെ അടുത്തിരിക്കുന്ന ചെക്കനോട് ഞാൻ ചോദിച്ചു, എത്ര ദിവസം എടുത്തിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് തീർത്തത്, ക്യാഷൊക്കെ കൊടുത്തതെന്ന് ചോദിച്ചു, ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് 4 മാസത്തിൽ കൂടുതൽ എടുത്തായിരുന്നു ഫുള്ള് ഡോക്യുമെൻറ്റ്സ് അയക്കാമെന്ന് പറഞ്ഞു. എൻ്റെ വെറും 4 ദിവസം കൊണ്ടാണ് ഫുള്ള് ഡോക്യുമെൻറ്റ്സ് റെഡിയായി കിട്ടിയത്. അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ അടുത്തിരുന്ന ചെക്കനോട് പറഞ്ഞു, ആ ചെക്കനോട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ വെറും 4 ദിവസം കൊണ്ടാണ് എനിക്ക് മാതാവ് ഇത് തന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇരുന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പം കാണുന്ന ആരോടാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ ഇത് തന്നത് വെറും 4 ദിവസം കൊണ്ടാണ് മാതാവ് എനിക്ക് തന്നത്. 4 മാസം എടുക്കുമെന്ന് പറഞ്ഞ സാധനം എനിക്ക് 4 ദിവസം കൊണ്ട് തന്നു. പിന്നെ എനിക്ക് ഒരു അലർജി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമായിരുന്നേ, എൻ്റെ ഉടമ്പടിയിലെ നിയോഗങ്ങളിൽ വെക്കാത്തതായിരുന്നു. മാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു, ഇങ്ങനെ തരി പോലെ. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്, എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് അലർജി വരും. അപ്പം അങ്ങനെ എനിക്കൊരു വൈറസ് പോലത്തെ അലർജി വന്നു. വട്ടത്തിൽ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പം ഞാനിങ്ങനെ ആശുപത്രിയിൽ കാണിച്ചപ്പോഴേക്കും ആദ്യം ഡോക്ടർ പറഞ്ഞ സ്കേബിസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ സ്കേബിസ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈറസ് ആണെന്ന് പറഞ്ഞ് ഞാനതിന് മരുന്ന് കഴിക്കാൻ തുടങ്ങി. ഒരു 1.5 മാസത്തിൽ കൂടുതൽ ഞാൻ മരുന്ന് കഴിച്ചു. ആ സമയത്താണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാണ്, രാത്രി സമയം ഭയങ്കര ചൊറിച്ചിൽ കൂടുമായിരുന്നു. അപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ വേഗം എണീറ്റിരുന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ തൈലം പുരട്ടുമായിരുന്നു. ആ സമയത്ത് എൻ്റെ അത് കുറഞ്ഞ് കിട്ടുമായിരുന്നു, ചൊറിച്ചിൽ കുറഞ്ഞ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്യാനുള്ള പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പത്രം കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ മംഗലാപുരത്താണ് ജോലി ചെയ്തിരുന്നത്, ഒരു 2 ആഴ്ചയിലെ ജോലി ചെയ്തുള്ളൂ. ആ സമയത്താണെങ്കിലും ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേനും കൊങ്കിണിയും കന്നഡ പത്രവും മേടിച്ചുകൊണ്ട് പോയി അത് അവിടെ ഉള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്നോട് അവിടെ ഉള്ളവർ ചോദിച്ചു, നീ എന്താ ചെയ്യണം, ഈ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും അവർ കളിയാക്കൂലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, മാതാവിനെ അറിയിക്കാൻ വേണ്ടി, മാതാവിനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ലേ, ഞാൻ അത് കൊടുക്കണേൽ എനിക്ക് വലിയ വിഷമമില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഞങ്ങളുടെ അടുത്തൊരു കോൺവെൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് അമ്മച്ചിമാരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ അടിക്കാനും തുടക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. ഞാൻ ഈ സെപ്റ്റംബർ 12 UK പോണെയാണ്. ഇതെൻ്റെ വിസയും ടിക്കറ്റുമാണ്. എല്ലാത്തിനും അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു.